ദാമോദര മേനോൻ ജോൺ മേനോൻ ആയത് എങ്ങനെ? ഇന്നലെയാണ് നാടകീയമായ ചില സംഭവങ്ങൾ സുകുമാരക്കുറുപ്പിന്റെ പേരിൽ ഉണ്ടായത്. ഇന്നലെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ലോങ് പെൻഡിങ് കേസായിട്ടുള്ള സുകുമാരക്കുറുപ്പിന്റെ കേസ്, ചാക്കോയെ കൊന്ന കേസ് അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതായത് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല എന്ന നിലയിൽ ഈ ലോങ് പെൻഡിങ് കേസ്, ആ ഫയൽ മടക്കാൻ ഇന്നലെ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം. ആ വിവരത്തിന് തൊട്ടു പിന്നാലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അക്ബർ അലി വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് 78 വയസ്സാണ് പ്രായം എന്ന് മാത്രമല്ല, സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് 169 രേഖകൾ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. ആ രേഖകളെല്ലാം തന്നെ താൻ പോലീസിൽ ഏൽപ്പിച്ചതാണ്. 2017 താൻ ഈ രേഖകളടക്കം, ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളടക്കം പോലീസിൽ ഏൽപ്പിച്ചതാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, തുടരന്വേഷണം ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ചൊന്നും താൻ അന്വേഷിച്ചില്ല. എന്തുകൊണ്ട് പോലീസ് തൻ്റെ റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം നടത്തിയില്ല എന്നതിനെ കുറിച്ച് താൻ ഒന്നും ചോദിച്ചതുമില്ല. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അന്നത്തെ ക്രൈംബ്രാഞ്ച് ADGP ആയിരുന്ന നിതിൻ അഗർവാളിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മാവേലിക്കര SI ആയിരുന്നപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ശ്യാംജി എന്ന് പറയുന്ന ഒരു ASIയും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ മഫ്തിയിൽ വളരെ ഗൗരവമായി, വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ സുകുമാരക്കുറുപ്പിന്റെ തുടക്കത്തിലെ രക്ഷപ്പെടലിൽ നിരവധി പേർ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. കാരണം ആ സഹായമില്ലാതെ ഒരാൾക്ക് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ ആയിട്ടില്ല. അപ്പോൾ ഈ കേസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നതിന് ഗോൾഡൻ അവർ ആണല്ലോ. ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കൊലപാതകം നടന്ന് 2-3 മണിക്കൂറിനകം കിട്ടുന്ന തെളിവുകൾ വളരെ നിർണായകമാണ്. അപ്പോൾ ആ ഒരു ഗോൾഡൻ അവറിൽ പോലീസ് വളരെ അധികം, അന്നത്തെ അന്വേഷണ സംഘം വലിയ വീഴ്ച വരുത്തി. ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് സുകുമാരക്കുറുപ്പ് രക്ഷപ്പെട്ടു പോയത്. കാരണം അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അനുവദിച്ചത് ഒന്നുകിൽ പോലീസ് സേനയ്ക്ക് അകത്തുള്ളവരായിരിക്കാം, അതല്ല എങ്കിൽ ഏതെങ്കിലും ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളായിരിക്കാം. അതേക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല, അലി അക്ബർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സുകുമാരക്കുറുപ്പ് ഏത് രാജ്യത്താണ് ഉള്ളത് എന്ന് താൻ ആ രേഖയിൽ പറഞ്ഞിട്ട്, കൊടുത്ത രേഖകളിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, തൻ്റെ അന്വേഷണത്തിൽ അവസാനമായി സുകുമാരക്കുറുപ്പ് ജോലി ചെയ്തിരുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ. പക്ഷേ ഇന്നലെ ഒരു മാധ്യമം ഈ കാര്യം, അദ്ദേഹത്തിൻ്റെ മൊഴിയടക്കം പുറത്തുവിട്ടു, അദ്ദേഹത്തിൻ്റെ പഴയ ആ റിപ്പോർട്ടടക്കം പുറത്തുവിട്ടു. ആ റിപ്പോർട്ടിൽ വരുന്ന 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു കാറിൽ ചാരി നിൽക്കുന്ന ഒരു ചിത്രം. രണ്ടാമതായി ഒരു പാസ്പോർട്ട്. ആ പാസ്പോർട്ടിലെ പേര് എന്ന് പറയുന്നത് ജോൺ മേനോൻ എന്നാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു പേരാണ് ജോൺ മേനോൻ എന്നുള്ളത്. അപ്പോൾ ആ നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയുടെ വീട്ടുകാർ തിരിച്ചറിഞ്ഞു. തൃശ്ശൂർ കരുമത്ര സ്വദേശിയായിട്ടുള്ള ദാമോദര മേനോനാണ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ അനുജനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള കരുണാകര മേനോനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ദാമോദര മേനോൻ വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ടു പോയ ആളാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. അതിനുശേഷം ലണ്ടനിലേക്ക് പോയി, അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് വീണ്ടും മലേഷ്യയിലേക്ക് പോയി. മലേഷ്യയിൽ നിന്നാണ് ബ്രൂണയിലേക്ക് പോയത്. ആ സഹോദരിയുടെ മകനുമായിട്ട് അദ്ദേഹം 1 മാസം മുൻപ് വരെ ബന്ധപ്പെട്ടിരുന്നു. മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ജൂലൈ 2-ാം തീയതി ബ്രൂണയിലെ ചില മലയാളികൾ മുൻകൈ എടുത്തുകൊണ്ട്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യൻ എംബസി വഴിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. എങ്ങനെയാണ് ഈ ദാമോദര മേനോൻ ജോൺ മേനോനായി പാസ്പോർട്ടിൽ വന്നത് എന്നാണല്ലോ. അപ്പോൾ അവിടെ ഒരു പോലീസിന്റെ ഒരു സംശയം, ഈ ദാമോദര മേനോൻ മതം മാറിയിട്ടുണ്ടാവാം. ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണ്, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ ജോൺ മേനോൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു പാസ്പോർട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള സംശയം. ആ സംശയത്തിന്റെ ഉത്തരമായി
പറയാൻ കഴിയുന്നത് ഈ ദാമോദരൻ മേനോൻ ഒരു പക്ഷേ ഏതെങ്കിലും പ്രത്യേകിച്ചും പെന്തക്കോസ്ത് വിഭാഗത്തിലേക്ക് മതം മാറിയിട്ടുണ്ടാവാം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ദാമോദരൻ മേനോൻ പെന്തക്കോസ്ത് സഭകളിൽ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് സഭയിലേക്ക് മതം മാറി തൻ്റെ പേര് ഔദ്യോഗികമായി തന്നെ മാറ്റിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. രണ്ടാമത്, ഇതൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ മാനസികമായും ശാരീരികമായും അദ്ദേഹം അവശ നിലയിലാണ്. ഏതാണ്ട് 9 മാസമായി അദ്ദേഹം വലിയ തോതിലെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ബ്രൂണയിലേക്ക് ചെല്ലണമെങ്കിൽ എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാനും കഴിയില്ല. വലിയ നിയമക്രമങ്ങളുണ്ട്. CBI അവരോട് പറയുക, CBI അത് ഇന്റർപോളിനെ അറിയിക്കുക, പിന്നീട് അവിടുന്ന് കേരളത്തിൽ നിന്ന് ഇന്റർപോൾ വഴി ബ്രൂണയിൽ എത്തുക, ബ്രൂണൈ സർക്കാരിന്റെ അനുമതി മേടിക്കുക, അങ്ങനെ നിരവധി കടമ്പകളാണ് കേരള പോലീസിന് അവിടെ എത്തിപ്പെടണമെങ്കിൽ. അത് വളരെ ദൈർഘ്യമേറിയ പ്രോസസ്സാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ പോലീസ് അവിടെ എത്തി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. അദ്ദേഹത്തിന് ഏറ്റവും അവസാനമായി വീട്ടിലേക്ക് അയച്ചു കൊടുത്ത, സഹോദരൻ അയച്ചു കൊടുത്ത വിഷ്വൽ കാണുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന് നിരവധി ഓർമ്മ കുറവുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ വളരെ അധികം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അതാണ് ആ അവസാന വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വളരെ ശുഷ്കമാണ്, വളരെ കുറവാണ്. അപ്പോൾ പോലീസ് അവിടെ എത്തിയാൽ തന്നെ എങ്ങനെയാണ് ഈ ജോൺ മേനോൻ എന്ന നിലയിലേക്ക് ദാമോദര മേനോൻ മാറിയത് എന്നതിനെ കുറിച്ച് ചോദിച്ചറിയുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മാത്രമല്ല, ഇനി അഥവാ ഒരു പക്ഷേ ഈ ചാനൽ പുറത്തു വിട്ടതുപോലെ, ഇന്നലെ ചാനൽ പുറത്തു വിട്ടതുപോലെ ഈ ദാമോദര മേനോൻ തന്നെയാണ് സുകുമാരക്കുറുപ്പ് എന്ന് കരുതുക, ഒരു സാങ്കല്പികമായി കരുതുക. അങ്ങനെയെങ്കിൽ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്തുള്ള വിവരങ്ങൾ ശേഖരിക്കുക, ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അദ്ദേഹത്തിന്റെ ഒരു വിവരം ലഭിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടാണ്. അത്രമാത്രം ഓർമ്മയുമായി അദ്ദേഹം മല്ലിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ വിഷ്വൽ കണ്ടാൽ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതും ഒരു വലിയ ഒരു പ്രതിസന്ധിയായി പോലീസിന്റെ മുന്നിൽ നിൽപ്പുണ്ട്. ഏതായാലും പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് ദാമോദര മേനോൻ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽ ചേർന്നുകൊണ്ട് മതം മാറി ജോൺ മേനോൻ എന്ന വിചിത്രമായ ഒരു പേര് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലും ഉറപ്പുമില്ല, ഒരു തരത്തിലെ തെളിവുമില്ല. ഇതെല്ലാം തന്നെ നിഗമനങ്ങളാണ്, പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ഉറപ്പിച്ച് ഒന്നും പറയാൻ ആകുന്ന ഒരു ഘട്ടമല്ല ഇത്. പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നുമാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.